ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ഉദയഭാനു ശ്രീഹലയൊക്കെ ലാലിയെ വെച്ചൊരു പുതിയ പ്ലാൻ തയ്യാറാക്കുവാണ്. അപ്പൊ ലാലിയാണ് അവരെ കൂട്ടുപിടിച്ചിരിക്കുന്നത് ധർമ്മനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ധർമ്മന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണമൊക്കെ അടിച്ചു മാറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള പുതിയ പ്ലാനുമായിട്ട് രണ്ടുപേരും കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുക. പാവ ശ്രീദേവിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആ സമയം ലാലി വെച്ചു, ഞാൻ എന്താ ചെയ്യണ്ടേ എന്നൊന്ന് പറഞ്ഞാ മതി എന്ന് പറയണം ഉദയഭാനുവിനോട്. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് പിന്നീട് ഫോണിനകത്തും ധർമ്മന്റെ നമ്പർ എടുത്തു. അപ്പൊ ധർമ്മന്റെ നമ്പറൊക്കെ ശ്രീദേവിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞു, അതെ, ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഞാൻ പറയുന്ന പോലെ തന്നെ പറഞ്ഞാൽ മതി. എന്താ പറയണ്ടേ അതൊക്കെ ഞാൻ പറഞ്ഞുതരാന്ന് പറയണം. അങ്ങനെ ഒടുവിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ പേര് ദേവി എന്നൊക്കെ പറയണം. കാരണം ദേവി എന്നല്ല അവിടെ പേര് പറഞ്ഞിരിക്കുന്ന റെസ്റ്റോറൻറ്റില് ദേവി എന്ന് പേര് പറയണം. ദേവിയെ വിളിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ലാലി ഫോൺ വിളിക്കുവാണ് ധർമ്മനെ. ഈ സമയം ധർമ്മം നോക്കിക്കഴിഞ്ഞ് പരിചയമില്ലാത്ത നമ്പർ, ഇതാരായിരിക്കും പോലും എന്നോർത്തൊരു കോൾ എടുത്തു. അപ്പോഴേക്കും പറഞ്ഞു, അതെ ധർമ്മൻ ചേട്ടനല്ലേന്ന് ചോദിച്ചു. അതേന്ന് പറയാ. ഞാൻ ആരെന്ന് മനസ്സിലായോ? ഇല്ല, ഞാനേ ദേവിയാന്ന് പറയണ. ദേവിയോ? അല്ല ചേട്ടന പലചരക്ക് കടയില് സാധനം കൊണ്ട് വരുന്നതല്ലായിരുന്നോ എനിക്കൊരു 500 രൂപ തന്നത്? ഓ മനസ്സിലായി. ഞാനാണെങ്കിൽ കുട്ടിയെ കുറെ തവണ വിളിച്ചായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. വിളിച്ചിട്ട് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അല്ല ഇപ്പൊ ഈ നമ്പരോ? ഇതെന്റെ വേറെ നമ്പരാ എന്ന് പറയണ. ഇതെന്റെ വീട്ടിലത്തെ വേറെ നമ്പരോ? ഓ അങ്ങനെയാണല്ലേ. അല്ല ഞാൻ കുട്ടിയെ കല്യാണം വിളിക്കാൻ വേണ്ടി വിളിച്ച. എന്നോട് വനജ ചേച്ചി വിളിച്ചോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ എന്റെ ഫോണെ അത് ചെറിയ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. പിന്നീട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. അപ്പോഴേക്കും ദേവിയാന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയുക. എന്ത് ചെയ്യാനാ ചേട്ടാ, വീട്ടിലാണെങ്കിൽ ആകെപ്പാടെ കഷ്ടത്തിലാ. ഇപ്പം അമ്മയ്ക്ക് തീരെ വയ്യ. അമ്മയെ കൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ധർമ്മനോട് വളരെ സങ്കടകരമായ രീതിയിലാണ് പറയണേ. ഉദയഭാനു ഒക്കെ പ്രതീക്ഷിച്ചാലും ഒരു പടിയും കൂടെ ഉയരത്തിലാണ് ലാലി സംസാരിക്കണേ. കാരണം ഉദയഭാനു പോലും പ്രതീക്ഷിച്ചില്ല ധർമ്മനെ എങ്ങനെയും കയ്യിലെടുക്കണം. ധർമ്മന്റെ കയ്യിലുള്ള പൈസ കല്യാണത്തിന് കിട്ടുന്ന തുക മുഴുവൻ വസൂലാക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉദയഭാനുവിന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അത് നന്നായിട്ട് ഭംഗിയായിട്ട് ധർമ്മനെ കയ്യിലെടുത്തു ലാലി. അങ്ങനെ ഫോൺ വെക്കുവാണ്. ധർമ്മന് സന്തോഷമായി. ഓ വിളിച്ചല്ലോ, താനിനി എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ആ പെങ്കൊച്ച് വിളിച്ചു. അതിനെ കല്യാണം വിളിക്കുകയും ചെയ്തു. അത് കല്യാണത്തിന് വരും, അതിനെ സഹായിക്കണം എന്നൊരു ചിന്തയൊക്കെ ധർമ്മന്റെ മനസ്സിലുണ്ടായി. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ലാലിയോട് ഉദയഭാനു പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. അതെ എനിക്ക് പൈസ വേണം, അറിയാലോ, വെറുതെ ഞാൻ ചെയ്തു തരത്തില്ല ഉപകാരമൊന്നും. ഇപ്പൊ തൽക്കാലം കുറച്ച് അഡ്വാൻസ് പിടിക്കാനും പറഞ്ഞ് കുറച്ച് പൈസ കൊടുത്തു. ബാക്കി കാര്യം നടന്നു കഴിയുമ്പോൾ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ലാലി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അവള് ആൾമാറാട്ട കേസില് 1ാം തരക്കാരിയാണ്. കാരണം അവൾ ഇതുപോലെ പല വേഷം കെട്ടുകളും നടത്തിയിട്ടുണ്ട്. അവൾക്കിത് പുത്തിരിയായിട്ടുള്ള കാര്യമില്ല. അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് ശ്രീകല പറയുന്നത്, കൊള്ളാം, എന്താണ് നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ധർമ്മന് ദേവിയെ കണ്ടിട്ടില്ലോ റെസ്റ്റോറൻറ്റില്, അപ്പം നന്നായിട്ട് ഇവിടെ അഭിനയിച്ചോളൂ എന്നൊക്കെ പറയാ. അതെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. ഈ സമയം ധർമ്മം ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ശ്രീദേവിയുടെ അടുത്തേക്ക് വന്നു. ശ്രീദേവിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട്. എന്താ? ആ പെങ്കൊച്ചനെ വിളിച്ചായിരുന്നു പറയണേ. പെങ്കൊച്ച? ഏത് പെങ്കൊച്ച? അല്ല ഞാൻ പറഞ്ഞില്ലേ റെസ്റ്റോറൻറ്റിലുള്ള ദേവി എന്ന് പറയുന്ന ആ പെങ്കൊച്ച് വിളിച്ചായിരുന്നു. ഈ സമയം ശ്രീദേവി ശരിക്കും ഞെട്ടി. അത് താനാണ്. ഇനിയിപ്പോ വേറെ ആരാ വിളിക്കുന്നത്? എന്നിട്ട് ഞാൻ അവളെ കല്യാണമൊക്കെ വിളിച്ചിട്ടുണ്ട്. അവള് കല്യാണത്തിന് വരാന്ന് വാക്ക് തരുകയും ചെയ്തു. ഇതെങ്ങനെ സംഭവിച്ചു? ഒരു ഐഡിയയും കിട്ടിയില്ല. എന്താ എങ്ങനെയാണെന്നൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്കാണ് ആനന്ദ് അങ്ങോട്ട് വരുന്നത്. ആനന്ദ് ഇത് കേട്ടു. ആനന്ദിനോടും ഭയങ്കര സന്തോഷത്തോടുകൂടി ധർമ്മം പറയുന്നത്. ആനന്ദ് രൂക്ഷമായിട്ട് ശ്രീദേവി ഒന്ന് നോക്കുവാണ്. ശ്രീദേവിക്ക് ഒന്നും മനസ്സിലായില്ല. പിന്നീട് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞ്, സത്യം പറ, നീ മാമനോട് എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കുക. ഇല്ല എനിക്കൊന്നും അറിയത്തില്ല ആനന്ദേട്ടാ. ആരാ വിളിച്ചതെന്ന് അറിയത്തില്ല മാമനെ. അങ്ങനെയാണ് നിന്റെ അച്ഛനും അമ്മയും അടുത്ത പ്ലാൻ തയ്യാറാക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അടുത്ത സൂത്രപ്പണിയായിട്ട് വന്നിട്ടുണ്ടല്ലോ, രണ്ടിനെ ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഈ സമയം ദേവിക്ക് സങ്കടമായി. ദേവി ഉദയഭാനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് സത്യം പറച്ചാ എന്റെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെക്കൊണ്ടേലും മാമനെ വിളിപ്പിച്ചോന്ന് ചോദിക്കണം. അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു, മോളെ നീയല്ലേ പറഞ്ഞത് എങ്ങനെയെങ്കിലും രക്ഷിക്കണോന്ന്. ഞങ്ങൾ നോക്കിയിട്ട് ഇത് മാത്രമേ വഴി കണ്ടുള്ളൂ. ദേമേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇത് പുലിവാലി പിടിച്ചേക്കരുത്. ഇനി ഒരു പുലിവാലും കൂടെ പിടിച്ച് എന്റെ തലയിലേക്ക് വെക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ മടുത്തു. എന്റെ ജീവിതം ഇട്ടാ നിങ്ങൾ കളിക്കുന്നുള്ള ഓർമ്മ വേണം. മോള് വിഷമിക്കൊന്നും വേണ്ട. ഈ കാര്യം ഞങ്ങൾ ഭംഗിയായിട്ട് നിർവഹിച്ചോളാം. ഒരു കാരണവശാലും മോളുടെ മേലെ ഒരു പഴിയും വരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ശ്രീദേവിയെ.
ആ സമയത്ത് അച്യുതനും രാജശ്രീ അല്ലുവും കൂടെ കുടുംബരി കൊണ്ട ചർച്ചയിലാണ്. കാരണം ഇനിയിപ്പം ധർമ്മന്റെ കല്യാണമാ. ധർമ്മന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം അലോകിന്റെ അനുശ്രീയുടെ കല്യാണം നടത്താനായിട്ട്. അച്യുതൻ പറഞ്ഞു, നിനക്കറിയാലോ, നിന്നെ ഒരുത്തരം മാത്രം പ്രതീക്ഷ ഞങ്ങൾ ഈ കല്യാണത്തിന് പോലും കൂട്ടു നിൽക്കുന്നേ. എടാ, ഈ സ്വത്തുക്കളൊക്കെ നിന്റെ പേരിലേക്ക് തന്നെ കിട്ടണമെങ്കിൽ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ആ അനുശ്രീ അവളാണ് ഏറ്റവും നല്ല മാർഗം. ഈ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നിന്റെ അവളുടെ കൂടെ കല്യാണം നടക്കണം. അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, അതേ മണ്ഡപത്തിൽ വെച്ച് തന്നെ നിങ്ങളുടെ കല്യാണം നടക്കണം, അതാ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അലോക് പറഞ്ഞു, അമ്മേ അതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ? എടാ, നടത്തണം. പിന്നെ എന്തിനാ നിന്റെ അച്ഛനൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് ഇതിനെ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നേ? ഈ പറയുന്ന ബാലന്റെ ഒക്കെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കുക. എന്തിനാണെന്നറിയാവോ? നിന്റെ അനുസരിയുടെ കല്യാണം നടക്കാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ ഒരു കാരണവശാലും നിന്റെ ഏട്ടന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, സ്വത്തുക്കളൊക്കെ പേരിലേക്ക് വരണ്ടേ? ഗോമതിയുടെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ നിന്റെ പേരിലേക്ക് വരണം. അതിനനുസരിച്ച് ഈ കുടുംബത്തിലുണ്ടായാലേ പറ്റുള്ളൂ, കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആ ബാലിനോടോ ആ കുടുംബത്തോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല നിന്റെ അച്ഛൻ ഇതിനെ സമ്മതിച്ച് നിൽക്കുന്നേ, ഈ വിവാഹം മുടക്കാൻ നിൽക്കുന്നതെന്നൊക്കെ പറയാം. അലോക് പറഞ്ഞു, അതെന്താന്ന് വെച്ചാൽ വേണ്ട എന്താന്ന് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറായിട്ടാ അവള് നിൽക്കുന്നേ. അതെന്താളും നല്ല കാര്യമാടാ, അങ്ങനെ തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ തന്നെയായിരുന്നു അച്യുതനും. ഈ സമയത്ത് കോമതിയും ബാലനും കുറെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ വിളിക്കാണ്ടായിരുന്നു. കല്യാണത്തിന് തിരക്കല്ലേ, അപ്പൊ അതിനു വേണ്ടി പോവാ. അന്നൊരു രാത്രിയില് വീട്ടില് ആനന്ദും ആര്യനും അവരെല്ലാരും കൂടെ അങ്ങനെ അവരൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാലനും കോമതി ഇല്ലല്ലോ. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും ആര്യൻ ധർമ്മനോട് പറഞ്ഞു, മാമന്റെ കല്യാണമല്ലേ, നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ, അതിനെന്താ പൊളിച്ചേക്കാന്ന് പറയണേ. അപ്പോഴേക്കും ആകാശ് വന്നു. ആകാശിനോട് പറഞ്ഞു, ആകാശേട്ടാ ഒരു കാര്യം ചെയ്താലോ, നമുക്കൊന്ന് ആഘോഷിച്ചാലോ എന്ന് ചോദിച്ചാൽ, എങ്ങനെ, നമുക്ക് ബിയർ മേടിച്ചാലോ? ബിയർ മേടിച്ച് ആഘോഷിക്കും. അതെ, ആനന്ദിന് ഭയങ്കര സന്തോഷം. ആനന്ദിന്റെ മനസ്സിനല്ല തന്നെ ടെൻഷനല്ലേ, എങ്ങനെയെങ്കിലും ടെൻഷൻ ഒന്ന് റിലീഫ് ആയാൽ മതിയാവുള്ളൂ. ആനന്ദ് സംഭവിച്ചു. ആനന്ദ് അങ്ങനെയൊന്നും ശരിക്കും കൂടെ കൂടുന്നതല്ല, പക്ഷേ എങ്കിൽ ഇന്ന് അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരെല്ലാരും കൂടെ എന്ത് ചെയ്തു, ടെറസിലേക്ക് പോയി ബിയറൊക്കെ വാങ്ങിക്കൊണ്ട് ടെറസിൽ പോയി ബിയറൊക്കെ കുടിച്ച് നല്ല ഫിറ്റ് ആകുവാണ്. നന്നായിട്ട് എൻജോയ് ചെയ്തു. കാരണം മാമന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഒന്നും ഇങ്ങനെയൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കല്യാണത്തിന്റെ സന്തോഷമാണെന്ന് പറഞ്ഞിട്ടാ കുടിക്കുന്നത്. ഈ സമയത്ത് മിത്ര മീനാക്ഷി ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കുറെ സമയം കഴിഞ്ഞപ്പോ ആഹാരം കഴിക്കാനായിട്ട് അവരെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനുമാണ് അവരങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ധർമ്മൻ അങ്ങനെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ബാക്കി എല്ലാവരും നല്ല ഫിറ്റായിരുന്നു. ആര്യനും ആകാശും ആനന്ദും ഒക്കെ അങ്ങനെ കഴിക്കാൻ വന്നിരുന്നാലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ പോലും പറ്റുന്നൊരു സാഹചര്യത്തിലായിരുന്നില്ല ആകാശവും ആര്യനും ഒക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിയും മിത്രയൊക്കെ നോക്കുക. അവരാദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്ന പോലും. അത് മാത്രമല്ല, ആര്യനെ സംബന്ധിച്ചൊരു സന്തോഷമുള്ള ദിവസം കൂടെ ആയിരുന്നു. മിത്രയ്ക്ക് ജോലി കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെ ആയി. ഇനിയിപ്പോൾ ഫിസിക്കൽ ടെസ്റ്റും കൂടെ ഉള്ളൂ. അപ്പം അതിൻ്റെ സന്തോഷം കൂടെ ആയിരുന്നു. അത് ആര്യൻ എല്ലാവരോടും പങ്കുവെക്കുകയും ചെയ്തു. മീനാക്ഷിക്കും സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു മിത്രയ്ക്ക് ഒരു ഗവൺമെന്റ് ജോലി കിട്ടുക. അതിപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും മിത്രയുടെ ആഗ്രഹമല്ലേ സാധിക്കാൻ പോകുന്നത്. ആര്യനത് പറയുകയും ചെയ്തു, എൻ്റെ മിത്രയുടെ ആഗ്രഹം സാധിക്കാൻ പോവാ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെട്ടത് മുഴുവനും. കണ്ടോ, ഇനിയിപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞു, അവൾ ഇനി ഫിസിക്കൽ പാസ്സാവുന്നുള്ള കാര്യം ഉറപ്പായി. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ആനന്ദ് പറഞ്ഞു, നീ ഭാഗ്യവാനാടാ, മിത്രയെ പോലെ നല്ലൊരു ഭാര്യയെ നിനക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ആര്യം പറഞ്ഞു, ആനന്ദേണ്ട എന്താ ഭാഗ്യമില്ലേ, ശ്രീദേവി എടുത്തപ്പോൾ നല്ലൊരു ഭാര്യയല്ലേ കിട്ടിയത്. അത് പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുക നല്ലത്. അപ്പോഴേക്കും ആഘോഷിച്ചു, അതെന്താ ആനന്ദേട്ട അങ്ങനെ പറഞ്ഞേ? അതൊക്കെ പറയാൻ പോയണ്ടല്ലോ, വലിയൊരു കഥയാന്ന് പറയണം. അപ്പോഴേക്കും ശ്രീദേവിക്ക് അപകടം എടുത്തു. ശ്രീദേവിക്ക് മനസ്സിലായി ആനന്ദേട്ടൻ്റെ മദ്യലഹരിയിലാണ്. എന്തേലുമൊക്കെ വിളിച്ചു പറയുമോ എന്നൊരു ചിന്തയുണ്ടായി. പെട്ടെന്ന് ശ്രീദേവി ആനന്ദിന്റെ അടുത്ത് ചെയ്തിട്ട് ആനന്ദേട്ടാന്ന് പറഞ്ഞിട്ട് തോളത്ത് തട്ടുവേണം. ആ സമയത്ത് മീനാക്ഷി പറഞ്ഞു, കണ്ടില്ലേ ശ്രീദേവി അടുത്തേക്കാണ് നാണം കണ്ടില്ലേ, എന്തോ കള്ളത്തരമുണ്ട് രണ്ടുപേർക്കൂടെ എന്നൊക്കെ പറയണ്. പക്ഷെ ശ്രീദേവിക്കും ആനന്ദിനും അല്ലേ അറിയത്തുള്ളൂ അവരുടെ മനസ്സിലിരിപ്പ് എന്താന്ന്. പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, ആനന്ദന്റെ ഇങ്ങോട്ട് വന്നേ, ഇപ്പൊ തന്നെ നല്ല ഫിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് മുറിയിലേക്ക് പോവാം എന്നും പറഞ്ഞ് വിളിക്കുവാണ്. അങ്ങനെ ആനന്ദിനെ കയ്യെ പിടിക്കുമ്പോഴത്തേക്കും ആനന്ദ് പറഞ്ഞ്, വിട്, എനിക്കിപ്പോ ഒരിടത്തേക്കും പോകണ്ടെന്ന് പറയണ്. ആനന്ദേട്ടാ ബാ ആനന്ദേട്ടാന്നൊക്കെ പറയണ്. ഇങ്ങനെ പിടിച്ചോണ്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ആനന്ദ സെറ്റിയിലേക്ക് ഇരുന്നു. ഞാനിപ്പോ ഒരിടത്തേക്കും വരുന്നില്ല, നീ എന്റെ കയ്യാലൊന്നും പിടിക്കണ്ട, മാറി നിൽക്കാനൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു ഞെട്ടലോടുകൂടി നോക്കും ആനന്ദിനെ. ആനന്ദാണ്ട് ഇത് എന്ത് പറ്റിയെന്ന്. കാരണം അവർക്കൊന്നും മനസ്സിലായില്ല കാര്യം എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. ശ്രീദേവിക്കെല്ലാം അറിയത്തുള്ളൂ. മിക്കവാറും ആനന്ദേട്ടൻ നല്ല ഫിറ്റ് ആണെങ്കിൽ തന്നെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറയും, താൻ ചെയ്ത ചതിയെക്കുറിച്ചൊക്കെ. അതൊക്കെ മാമൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇന്നത്തോടു കൂടി തന്റെ ജീവിതം ഇവിടെ തീരും, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയില്
ശ്രീദേവി വെന്തുരുകി നിൽക്കുവാണ് അവിടെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.